എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ പാവയ്ക്ക തോരൻ തയ്യാറാക്കിയാലോ? അപ്പോൾ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 450 ഗ്രാം പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് മുമ്പാണ് 450 ഗ്രാം എന്ന് പറഞ്ഞത്. വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പച്ച നിറത്തിലുള്ള പാവയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് കയ്പ്പ് കൂടുതലാണ്. ഇത്രയും കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് വെള്ള പാവയ്ക്ക എടുത്താലും മതിയാകും. ഒരു വലിയ സവാളയും 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സവാളയുടെ അളവ് കുറഞ്ഞു പോരുത്. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. സവാള കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പൽപ്പം ഒന്ന് കുറഞ്ഞു കിട്ടും. ആവശ്യത്തിന് ഉപ്പും 10 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 10 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചത് മാറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ തോരനൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. 2 ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ച ശേഷം ഒരു 5 മിനിറ്റാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇതുപോലെ എല്ലാം സെൻറ്ററിലേക്ക് ആക്കിയ ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇതെല്ലാം ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പാവയ്ക്ക വേവിച്ചെടുക്കാം. അല്പം ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാവയ്ക്കൊക്കെ പാകത്തിന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഈർപ്പമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവസാനം ഒരു 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ നല്ല നാടൻ പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്